ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവോണത്തിനും ആവിട്ടത്തിനുമായിട്ട് എടുത്ത കുറച്ച് വീഡിയോസ് വെച്ചിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നേരെ അത്തമൊക്കെ ഇട്ടതിന് ശേഷം ഫുഡൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. തിരുവോണത്തിൻ്റെ അന്ന് എല്ലാവരും അവരവരുടെ വീടുകളിലാണ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ആ ഒരു സംഭവം ഉള്ളത്. പക്ഷേ ഞങ്ങൾ ഈ വർഷം ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ വീട് വെച്ചതിന് ശേഷം വീട്ടിൽ ഞങ്ങൾ ഫാമിലിയിലുള്ളവരെല്ലാവരും തിരുവോണത്തിന് ഞങ്ങളുടെ വീട്ടിലാണ് കൂടാറ്. പക്ഷേ ഇത്തവണ തിരുവോണത്തിന് എല്ലാവരും തന്നെ ഇല്ലായിരുന്നു. പകരം അവട്ടത്തിൻ്റെ അന്നാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഞാനും മോളും ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടി ഫുഡൊക്കെ റെഡിയാക്കി കുറച്ചൊന്ന് ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഇച്ചിരി ലേറ്റായിട്ടുണ്ടായിരുന്നു. പണിമൂല ക്ഷേത്രത്തിലാണ് പോയത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു വലിയ അത്തപ്പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അവരപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇച്ചിരി ലേറ്റായത് കാരണം തന്നെ എല്ലാവരും തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ടൊക്കെ ഒന്ന് തൊഴുവാനൊക്കെ പറ്റി. തൊഴുത് റെഡിയായി നേരെ അത്തപ്പൂക്കളം കാണാനായിട്ട് വന്നു കേട്ടോ. അത്തപ്പൂക്കളത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കാരണം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ ഒത്തിരി ആൾക്കാർ ചേർന്നിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. കാരണം അത്തപ്പൂക്കളം കാണാനും വീഡിയോ എടുക്കാനുമായിട്ട് ഒത്തിരി അധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ഞങ്ങൾ വന്ന് വീഡിയോ എടുത്തതും അത്തപ്പൂക്കളം കണ്ടതും ഒക്കെ കേട്ടോ. ഈ അത്തപ്പൂക്കളത്തിനിടയിലൂടെ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ബ്ലാക്ക് ലൈന് കരി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ കരി യൂസ് ചെയ്തിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും തന്നെ നട അടയ്ക്കാറായി കേട്ടോ. നട അടയ്ക്കുന്ന ആ ഒരു സമയത്തോടു കൂടിയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇടയ്ക്ക് ചേച്ചിയുടെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ശ്രീകുട്ടനെയും കുക്കുവിനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കുക്കും ശ്രീകുട്ടനും വീട്ടിൽ നിന്ന് കഴിച്ചതുകൊണ്ട് തന്നെ ശ്രീകുട്ടൻ കുറച്ച് ഞങ്ങളോട് കഴിച്ചു, കുക്കു കഴിച്ചില്ല. അപ്പോൾ തന്നെ പാറു വന്നിട്ടുണ്ടായിരുന്നു. പാറു ഞങ്ങൾക്ക് തിരുവോണ സദ്യ വിളമ്പിയൊക്കെ തന്നു. ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ പാറും വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. എന്നാൽ കൂടി കുറച്ച് ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ കറി എങ്ങനെ ഉണ്ടായിരുന്നു, ഏതാ ഉപ്പ് കുറവ്, അതുപോലെ പുളി കൂടുതൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാറു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പാറു ഈ അടുത്തിടെ കുക്കിംഗ് പഠിച്ച ആളാണ് കേട്ടോ. കുറച്ചൊക്കെ ചെയ്ത് പഠിച്ച ആളാണ്. അത് കാരണം തന്നെ അവൾ ഭയങ്കര വിശദീകരിച്ച് എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ചേച്ചി അതിന് ഉപ്പ് കുറവാണ്, ഇതിന് മധുരക്കറി ഉണ്ടാക്കിയപ്പോൾ പഴം കൂടിപ്പോയി, അടുത്തതിന് പഴം കുറച്ച് ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ സജഷൻസ് തന്നുകൊണ്ടേ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരുവോണത്തിൻ്റെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അവിട്ടത്തിനന്നാണ് കേട്ടോ. ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് ആ ഡ്രസ്സൊക്കെ മാറിയിട്ട് പിന്നെയും അവിട്ടത്തിൻ്റെ അന്ന് രാവിലെ ഞങ്ങളിങ്ങനെ വിളമ്പുന്ന സമയത്ത് പിന്നെയും ഞാൻ ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് കേട്ടോ. എന്നിട്ടാണ് നേരെ എല്ലാവരും വന്നു. ഫുഡ് കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും വലുതായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവരും ജസ്റ്റ് ഒന്ന് വന്ന് പോവുകയാണ് ചെയ്തത്. ഫുഡൊക്കെ പിള്ളേരെല്ലാവരെയും ആദ്യം ഇരുത്തി ഫുഡൊക്കെ കൊടുത്തു. ശ്രീകുട്ടൻ ഇങ്ങനെ ചോറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. വലിയ ഇലയൊക്കെ ഇട്ടിരിപ്പുണ്ട്. പക്ഷേ ആൾ കഴിക്കുന്നത് വളരെ കുറച്ചാണ്. പിന്നെ ഫുഡ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുവാണ്. ഇത് മിൻചേച്ചിയാണ്. മിൻചേച്ചി മേമയും കൂടിയാണ്. മേമയെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. കുക്കുവിൻ്റെ അമ്മ, കുക്കുവിൻ്റെയും ശ്രീകുട്ടൻ്റെ അമ്മയാണ്. അപ്പോൾ ചേട്ടത്തി എല്ലാവരും കൂടി വിളമ്പി കൊടുക്കുവാണ് കേട്ടോ. ചേച്ചിയും നന്നായിട്ട് തന്നെ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വിളമ്പി കൊടുത്തതിന് ശേഷം മാറി കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറി മാറി എല്ലാവരും വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഉള്ള പ്ലാനിങ് എന്ന് പറയുന്ന അടുത്ത ഗെയിംസിൻ്റെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. ഗെയിംസ് എങ്ങനെ ചെയ്യാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. ഇത് ദേവുവാണ്, ചേച്ചിയുടെ മകളാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാമുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. ഡാൻസ് കളിക്കാൻ മാത്രമല്ല അവർക്ക് കൈകൊട്ടിക്കളിയുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്ന് വൈകുന്നേരം ഉള്ളത് കാരണം അവൾ വേഗം പോവും. അതിൻ്റെ ഇടയിൽ ഞാൻ ബോളിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ബോളി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവളെ ദേവ് കൊണ്ടുവന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണെന്നൊക്കെ നോക്കി എൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ ചിക്കു താഴെ ഇരുന്നിട്ട് കാലിങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ മരവിച്ചിട്ട് സ്ഥിരം ഇരുന്ന് കഴിക്കുന്നതല്ലല്ലോ. അവിടെ നിന്ന് ഓടി എനിക്ക് വന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ശ്രീകൂട്ടൻ കഴിച്ചൊക്കെ എനിക്ക് കഴി പോവുകയാണ്. എന്നിട്ട് പിന്നെ ദേവും മേമയും അതുപോലെ ചേച്ചിയൊക്കെ കൂടി ഫുഡ് കഴിക്കായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പം ഞാനും കൂടി വെറുതെ ഇങ്ങനെ നിന്ന് ആക്കുന്നത് വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി നിന്ന് ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടോ മറ്റോ ഒക്കെ ചെയ്തേക്കാം. ആ ഫോട്ടോസൊന്നും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഓണമാകുമ്പോൾ ഊഞ്ഞാലാടണമല്ലോ. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതൊക്കെ ഞാനും അമ്മവും കൂടി തലേ ദിവസം തന്നെ ഊഞ്ഞാലിൽ ഈ പൂക്കളെല്ലാം ചുറ്റി അകത്ത് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ ഉള്ളിൽ സ്റ്റെയർ കേസിൻ്റെ ആ സൈഡിലും ഒക്കെ നമ്മളിങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്.
വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പ്ലാസ്റ്റിക് പൂക്കളാണ്, അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിരുന്നു വെറുതെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. മേമയും ശ്രീകുട്ടനും ഒക്കെ ഉച്ചയ്ക്ക് ശേഷം അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അത് കാരണം അവർ ഗെയിംസിനൊന്നും ഉണ്ടാവില്ല, കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ആണ് അവർ പോയത് കേട്ടോ. അപ്പോൾ ഇത് ചേട്ടനാണ് കേട്ടോ. ചേട്ടനും ഒക്കെ വന്നിട്ട് ചേട്ടനും അപ്പം തന്നെ പോയി, കാരണം മാമൻ്റെ അവിടെ ഓണം അതേ ദിവസമായിരുന്നു. അത് കാരണം തന്നെ ഇവിടെയും അവിടെയായിട്ട് വന്നു പോയതാണ്. പിന്നെ അത് കഴിഞ്ഞതേ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് സാരി എടുത്ത് വന്നപ്പോൾ അതിൻ്റെ കുറ്റവും കുറവും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ സാരി എപ്പോഴും ഉടുക്കുന്നതല്ലല്ലോ, അപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് എല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് അവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ദേവ് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൾക്ക് പ്രോഗ്രാമിന് പോകാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും വെറുതെ ഞങ്ങൾ ലെമൺ സ്പൂൺ കളിക്കാനായിട്ട് പോകുന്നതിന് മുന്നേ അവളിങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് അവൾ പോവുകയാണ് കേട്ടോ. രാത്രിയിലാണ് പ്രോഗ്രാം. അപ്പോൾ കാട്ടായിക്കോണത്തായിരുന്നു. 2 പ്രോഗ്രാം ഉണ്ട് കേട്ടോ, കാട്ടായിക്കോണത്തും കായക്കൂട്ടത്തും. അത് കാരണം തന്നെ അവൾ വേഗം പോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഗെയിംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെല്ലാരും ഓടി ഓ ഇങ്ങനെ സൗണ്ട് ആക്കട്ടെ. ഞാൻ 2 ഒരേ കസേര ഇടും. അതിവിദഗ്ധമായ മോളെ തോന്നിച്ചു. ചിക്കു ഫൗള് കളിച്ചത് കാരണം ഒന്നുകൂടി നമ്മൾ ചെയ്യണം. ഫൈനല് ചെയ്തോ അല്ല ഇവിടെ അതൊക്കെ ആ ചെയർ കൊണ്ടുപോയാ സമ്മാനമായിട്ടൊരു ചെയർ മതി. ഇത് ഒരു ബക്കറ്റിൽ ഇവിടെ വെക്ക്. അവിടെ അത്രയും പോണം. അവരൊരു ഗ്ലാസ് മാത്രം ഒഴിക്കണേ. കൊറേ നേരം കാല് വയ്യ കുട്ടികള്.
പിള്ളേരും പിള്ളേരെല്ലാം നിന്റെ ക്ലാസ്സിലുള്ളത് ഞാൻ ചോദിക്കട്ടോ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത്. സുന്ദരിക്ക് സുന്ദരി വരയ്ക്കാൻ പോവാണ്. പെട്ടെന്ന് വിട്ട്. അതുണ്ട്, അതിനകത്തുണ്ട്. ആ കുട്ടി എന്നെ അറിയാം. ഓ, അറിയട്ടോ. ഓക്കെ വരച്ചോ. നിങ്ങളെല്ലാവരും എന്തിനാ മാറിയിരിക്കണം? ഇവിടെ വന്നിരി ചേച്ചി, വാ, ഇവിടെ വന്നിരി. കുട്ടി പൊട്ട് വരച്ചനെ സുന്ദരി. സുന്ദരി പൊട്ട് ഇടണ്ടേ? ഇത് വെച്ച് പൊട്ട് കേട്ടോ. പൊട്ട് അതറിയാമല്ലോ, കുട്ടിന്റെ കറുപ്പ് കണ്ടത്. പെട്ടെന്ന് തിരിച്ചറി. ഞാൻ എടുക്കും. എനിക്ക് പച്ചക്കിളി പച്ച. എനിക്കിത് ബോട്ടിൽ ഗ്രീൻ. നിനക്കേത് കൂട്ടു? ഈ പച്ചയിലെല്ലാം എടുത്തത്. ആ പച്ച വേണ്ട, ഈ വേറെ കൊണ്ടുവന്നു. ഇവിടെ പറ്റോ? നിനക്ക് എത്ര രീതിക്ക് നീയാണ് ഏറ്റവും പൊക്കം കുറഞ്ഞത്. ഓക്കെ, അമ്മക്ക് ഓപ്പൺ ചെയ്ത് തരാം. അയ്യോ നിക്ക്, ഞാൻ ഒന്നു. ആ ഓക്കെ. വലിയ നിബാണ്. കെട്ടിക്കോ. എത്തോ, ഞാൻ കുഞ്ഞു ചെറുതായി തരുമോ? ഇല്ല, കുറച്ച് പോ. പോട്ടെ. ഭിത്തിയാണ് മുട്ടോ? ഭിത്തിയിൽ വരുമ്പോ മാത്രം. ഭിത്തിയിൽ മുട്ടാൻ നേരത്തെ ഡേഞ്ചർ ഡേഞ്ചർ എന്ന് പറയേ. ഓക്കെ. എത്തിയോ? ഡേഞ്ചർ 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 ഡേഞ്ചർ. ആ ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കറിയാലോ. തൊടരുത് തൊടരുത്. തൊട്ടൂടെ? ആ തൊടാം 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 തൊടാം. അത് മാമി പറയില്ല. അറിയില്ല. തൊടട്ടെ? ആ തൊട്ടോ. തൊടട്ടെ? ആ ഓക്കെ. വലിയ പൊട്ട്. നിക്ക്, ചോറ് കൊടുക്കാത്ത കുട്ടി. ഇപ്പൊ അടുത്ത ചേച്ചിക്ക്. അതെത്രയാ? ഇവിടെ ഓ, കാണാവോ? കണ്ടുകൂടാ. അത് കാണാൻ പറ്റും. ഇവിടെ ഇറുവിയില്ല. ഞാൻ കെട്ടാം. ഇവിടെ പശ ഇട്ട് ഒട്ടിക്കാം. നീ ഒട്ടിക്കും എന്നെ. കൊടുക്ക്, മാർക്കർ കൊടുക്ക്. നിക്ക് നിക്ക് നിക്ക്. കറക്കണോ? കാണാൻ പറ്റുന്നില്ലല്ലോ. കാണാൻ പറ്റുന്നോ? ഓക്കെ. ഇങ്ങനെ തന്നെ. ആ, പോകോ. നേരെ പോകോ. പയ്യെ പോകാൻ പറ്റും. പോട്ടെ പോട്ടെ. ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട്. ഇല്ല, പറയത്തില്ല. ഡേഞ്ചർ ഡേഞ്ചർ. ഇത് അനാവശ്യ പ്രോത്സാഹനമാണ്. ഡേഞ്ചർ ഡേഞ്ചർ. തിരി തിരി തിരി. ഡേഞ്ചർ തിരി. ഇതോട്ടോ. റൈറ്റിലോട്ട്. തിരി. ഡേഞ്ചർ ഡേഞ്ചർ. അവിടെ ചെടിച്ചട്ടിയുണ്ട്. ചെടിച്ചട്ടിയുണ്ട്. പറഞ്ഞു കൊടുക്കില്ല ഞാൻ. ക്യാറ്റ് സ്ക്വാഡ് ഉള്ളതുകൊണ്ട് പിടികിട്ടും. കലാകാരി. എവിടെ 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 തൊട്ടെ? ഇവിടെ ആ ഓക്കെ. കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ
വിൻ ചെയ്തിരിക്കുന്നു. ഞങ്ങളെല്ലാവരും തോൽപ്പിച്ചു. ഇതെത്ര? 3. ഇത് 10. ഓക്കെ പൊക്കോ പൊക്കോ. കറക്കി. ടൈറ്റ് ആക്കണോ? ഓക്കെ പൊക്കോ. മാർക്കർ ബ്ലൂ 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 ബ്ലൂ. ഇതാ ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇപ്പൊ തൊട്ടിട്ട് വരും. ഓക്കെ വേഗം വേഗം പൊക്കോ. വന്നോ. വരട്ടെ. സുന്ദരിക്കാണോ പാർ ചേച്ചിക്കാണോ? അവളെ മനസ്സിലെ സുന്ദരി ഞാനായിരിക്കും. പോട്ടെ എങ്ങോട്ടാ? ഡേഞ്ചർ. ഈ കുട്ടിക്ക് ഒരു ലക്ഷ്യബോധമില്ലല്ലോ. എങ്ങോട്ടാ പോണ? സുന്ദരിയായി. ഇനി ഒരു സുന്ദരിയുടെ പൊട്ട് പെട്ടെന്ന്. തൊട്ട്. ആ വിന്നറായി. ചേച്ചി കുട്ടി ചേച്ചി. മാമിക്ക് കറങ്ങില്ലേ? പറഞ്ഞേരേ വേണം കേട്ടോ. മാമിക്ക് പറഞ്ഞു ഇതിപ്പോ അവസാനേ ഇത് എങ്ങനെ വിന്നറെ പറയും? കുട്ടുവിന്റെ എന്തെന്നറിയാമോ? കൊടുക്കുന്ന ഡയറി മിൽക്ക് മാമി ഷുഗറായിട്ട് കഴിക്കൂല. അപ്പൊ കുട്ടുവിനെ കിട്ടും. മാർക്ക് കൊടുത്തില്ല. ആ മാർക്ക് പിടിച്ചോ. കണ്ടോ മാമി പെട്ടെന്ന് കണ്ടു. മൂക്കുത്തി എന്നല്ലോ ഇതിപ്പോ എന്താ പറയുന്നത്? എവിടെ ഇട്ടോ സമയമില്ല. എത്താറാകുമ്പോ പറയണേ. എത്തി ലെഫ്റ്റിലോട്ട് അത് പറഞ്ഞു കൊടുക്കാം. അങ്ങോട്ട് ഇത് കേട്ടില്ലേ? ഇതെവിടെ പോകുന്നത്? വലിയ സാധനം. താങ്കളുടെ മുഴുവൻ കഴിവുകളിൽ പക്ഷെ ഇവിടെയാണ് വെച്ചേ. റെഡി സ്റ്റാർട്ട്. സൂപ്പർ സന്ധിത. സെക്കൻഡ് പ്രൈസ് അപർണ. ഇഷ്ടപ്പെടാനുള്ള കാര്യം പണ്ട് നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ചേച്ചി വീട്ടിലൊരു ജോലിയേ ഇല്ല, പാത്രം കഴിയില്ല. അതുകൊണ്ട് വിഷ്ണാമം കഴിക്കാം. അത്ര പാട്ട് പാടിയത് അവിടെ ഒരു എന്തെങ്കിലും ഒരു ഫസ്റ്റ് ടൂൺ തരണം. പടം ഏകാന്ത ചന്ദ്രികേ. അമ്മു എപ്പോഴും പാടുന്നത് എന്താ? ചന്ദനമണി സന്ധ്യകളുടെ ചന്ദ്രമണി ചന്ദ്ര
നടന്ന് രംഗവീര മംഗളാരവം ദ്രുതാളം മറ്റേ കൊട്ടു ഈ വീഡിയോസ് എല്ലാം എനിക്ക് അയച്ചായിരുന്നു. അക്ഷരം മറന്ന് തുടങ്ങണോ അതാ അക്ഷരം ആരാ പാടണ്ടേ ആരാ തുടങ്ങി എല്ലാരും കൂടെ പഠിക്കണേക്ക് ഒറ്റയ്ക്ക് പാടാനൊക്കെ വേണോ ഗോപാലാരാധിത സർഗുണ ജയ ശ്രീരാം വേണോ ഗോപാലാരാധിത സർഗുണ ജയ ശ്രീരാം അമ്പാടിക്കുയിലേ പഴയ പാട്ടേ ഞാൻ പാടും. അത്രയും പഴയത് പോലെ. കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി. പാടിക്കോ. കണ്ണി അമ്മ അങ്ങനെ പറ്റൂല. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ, പുണ്യമല്ലോ നീ. ആരാ ഞാനാണോ? അയ്യോ പാസ് ശരിയായി ഒഴുകി വരും നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദവേള കാവല എന്നിട്ടേ പിന്നെ അടുത്ത അക്ഷരം കൊമ്പിലെ തത്തമ്മേ കിളി തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെ വേണ്ടാത്തതു വേണ്ടാത്തടി കൂട്ടുകാരി
അത് വീണ്ടും വീശരുതിപ്പോൾ കാലേ നീ പെയ്യരുതിപ്പോൾ ആരോകൾ തോണിയിലെന്റെ ജീവന്റെ ജീവനിരിപ്പോ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടെ. അത് പാടാൻ പറ്റും. നല്ല പാടാം. നമ്മള് പാടാം. നിനക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ മൺവിളക്കൂതിയില്ലേ കാലിലെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു ഒറ്റയ്ക്ക് നിന്നില്ലേ വേണം ഒറ്റയ്ക്ക് നിന്നില്ല ഒറ്റ വാക്കാണ് പാസ്സല്ല, നമ്മള് ഹെൽപ്പ് ചെയ്തു. ഓമനപ്പുഴ കടപ്പുറത്തിന്റെ ഓമനെ ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് പാട്ടാണ് കേട്ടോ. ഇതോടുകൂടി ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ലാസ്റ്റ് പാട്ട് പാടാം. ചന്ദനമണി സന്ധ്യയിലൂടെ. ചന്ദനമണി സന്ധ്യകളുടെ കടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ഋതുതാളം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ഋതുതാളം തരളമധുരമുരളിയുണർ പ്രണയഹരിത കവിതയുണർ മനസ്മേളയുമതില ഹരിത മതമഹോത്സവം വരവീണക മൃദുപാണിക മതമൊഴു തിരുവടി തൊഴുതൊരു ശ്രുതി ചേരണ മലിമോടതിനനുപദമൻ ശൂരമഴയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ക്ഷേത്രത്തിൽ പോകുമ്പോ വേണ്ട താളം വീരൻ പടയുടെ പൊന്മുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളം കൊല്ലിൽ കുന്നിൻ മേലെ കാവടി എന്തും മേളം ഇന്ന് മരയുള്ള സൂര്യനൊരിക്കും പുലരിക്കതിൽ വെള്ളിത്തേരെ കാണും മലയും പുഴയും കടന്നു കയറി വരുന്ന വെള്ളിത്തേരാണേ ഹരോ ഹര ഒന്നുകൂടെ പാടി നോക്കാം. ഒന്നുകൂടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.